നമസ്കാരം. ഞാൻ ഉണ്ടാക്കിയ പനീർ അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. കാലത്ത് കഴിച്ചപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ആ സമയത്ത് തന്നെ കഴിച്ചപ്പോൾ എനിക്ക് അത്യാവശ്യം ടേസ്റ്റ് തോന്നിയില്ല. പക്ഷെ ഇപ്പം എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഞാൻ ഇപ്പം നല്ല രീതിയിൽ ചോറും പനീറും കഴിച്ചു. അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജിമ്മ് വീണ്ടും തുടങ്ങിയിരിക്കുന്നു. എൻ്റെ കൂടെ ബാഡ്മിൻ്റൺ കളിക്കുന്ന ഒരു അർജുൻ ചേട്ടനുണ്ട്. ആളാണ് ഇപ്പം എന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കണേ. അപ്പോൾ ആളുടെ കൂടെ വർക്കൗട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ബാഡ്മിൻ്റനും ഉണ്ട്. അതുകൂടാതെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ മറ്റന്നാണ് എൻ്റെ ബൈക്ക്, മറ്റന്നാൾ പറഞ്ഞാൽ ഫ്രൈഡേ. ഇപ്പം ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇന്നൊക്കെ ആവുമെന്ന് അറിയില്ല. പക്ഷേ ഈ വരുന്ന 2 ദിവസം കഴിഞ്ഞാൽ എൻ്റെ ബൈക്കിൻ്റെ ടെസ്റ്റാണ്, ബൈക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ്. കാനഡ വന്നപ്പോൾ എനിക്കുണ്ടായിരുന്നൊരു ആഗ്രഹമായിരുന്നു ലൈസൻസ് എടുക്കണം, ബൈക്ക് എടുക്കണം എന്നൊക്കെ. പിന്നെ ഇന്ന് കൽക്കിക്ക് പോവാണ്. ഇപ്പോൾ ഞാൻ റെഡി കൽക്കിക്ക് പോവാം. ഹലോ, നമസ്കാരം. ഇന്നലെ കൽക്കി കണ്ട് വീട്ടിൽ എത്തി. കൽക്കി കലക്കി കിട്ടോ, അടിപൊളി പടം. സ്റ്റാർട്ടിങ്ങിലത്തെ ഒരു 10-15 മിനിറ്റ് അൺബെയറബിൾ ആയിരുന്നു. മറ്റേ പ്രഭാസിന്റെ ഇൻട്രോവും ഫൈറ്റും ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഫസ്റ്റത്തെ. പക്ഷെ അത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും സിനിമ അങ്ങനെ ഒരു കയറ്റം കയറണം. അടിപൊളി സിനിമ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വെരി മച്ച് സാറ്റിസ്ഫൈഡ്. ഇപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് ചോദിക്കാൻ വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ പോകുന്നതാണ് മറ്റേ ബൈക്ക് ലൈസൻസിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട്. അപ്പോൾ നാളെയും മറ്റന്നാളായിട്ടാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടാവുക. ഇന്ന് അതിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് പോവാണ്. ഷാനൻവിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് ഇവിടെ അടുത്തുള്ള റേസ് ട്രാക്ക്. അപ്പം നമുക്ക് നമ്മുടെ വണ്ടിയൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ പോയി റേസ് ചെയ്യാൻ പറ്റും. എത്രയോ അവർലി അവിടെ ട്രാക്ക് ഉപയോഗിക്കാനുള്ള പൈസ കൊടുക്കണം. പക്ഷെ ആ സംഭവത്തിനുള്ള സ്ഥലത്താണ് ഈ ഡ്രൈവിംഗ് പ്രാക്ടീസൊക്കെ നടക്കുന്നത്. ഇതാണ് മറ്റേ റേസ് ഗ്രൗണ്ട്. ഇവിടെ ബൈക്കുകളൊക്കെ വെച്ചിട്ടുണ്ട്. ആഹാ, എന്ത് രസം, അടിപൊളി. ഇവര് ഓരോ ആൾക്കാരിങ്ങനെ ട്രക്കിൽ ബാക്കിൽ ട്രക്കിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ട്രാക്കിൽ ഓടിക്കുകയാണ്. എന്തായാലും ലൈഫ്. ഇവർ ബൈക്സിന് ടോയ്സ് പോലെ കേട്ടോ എനിക്ക് തോന്നണേ കാണുന്നത്. ലിറ്ററലി നമ്മളൊരു കളിപ്പാട്ടം ഉപയോഗിക്കുന്ന പോലെയാണ് ഇവരുടെ കോൺസെപ്റ്റ്. ഞാൻ 2ാമത്തെ ദിവസത്തിലാണ്, 2ാമത്തെ ദിവസത്തെ ക്ലാസ്സാണ്. ഇവര് ഭയങ്കര മഴയത്താണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് ഞങ്ങൾ ഓടിക്കുന്നതായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ബ്രേക്ക് തന്നു നോക്കാം. എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ കൂടുതൽ റെക്കോർഡ് ചെയ്യാൻ. ഇന്നലത്തെ ക്ലാസ്സിൽ കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല. ക്ലാസ് നമ്മൾ നാട്ടിൽ പറയണ പോലെ ഗിയർ എങ്ങനെയാണ് മാറ്റുക, തേങ്ങ മാങ്ങ എന്നൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരായിരുന്നു, കാണിച്ചു തരായിരുന്നു. ഇന്നാണ് ഡ്രൈവിങ്. അപ്പോൾ ഇന്ന് CBR, CB 350 പിന്നെ അങ്ങനത്തെ കുറേ വണ്ടികളൊക്കെ അവിടെ ഉണ്ട്. ഒരു ബുള്ളറ്റ് പോലത്തെ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലാണ് നമ്മുടെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മേ, സെക്കൻഡ് ബ്രേക്ക് കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ ഹെൽമെറ്റ് ഇതൊക്കെ ഊരി, ബനിയനും ഡ്രസ്സൊക്കെ ഒന്ന് ഊരി പിഴിഞ്ഞു. ഈ മഴയത്ത് അവർ ജീവിക്കേണ്ട കാലൊക്കെ ബ്ലൂ കളറായി. നല്ല വണ്ടികൾ അവർ തരണം കേട്ടോ ഓടിക്കാൻ. കുറേ ടൈപ്പ് വണ്ടികളുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറി നമുക്ക് ഇഷ്ടമുള്ള വഴിക്ക് ഓടിക്കാം. അപ്പോൾ ഞാൻ CBR ഒക്കെ എടുത്ത് ഓടിച്ചു, CB 350 ഓടിച്ചു. അങ്ങനെ നമ്മൾ ബൈക്കുകൾ മാറ്റി എല്ലാം 300cc വരെയുള്ള ബൈക്കുകളുള്ളൂ, ചെറിയ എഞ്ചിനുള്ള ബൈക്കുകളുള്ളൂ. വീണ്ടും ഡ്രൈവിങ്ങിൻ്റെ ഇതിന് പോവാം. 1.5 മണിക്കൂറായിട്ട് ഈ നനഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ടിരുന്നിട്ട് ഓട്ടിപ്പിടിച്ച് ചമ്മന്തിയായി. ഹലോ, ഇതാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം. ഓക്കെ, അയ്യാ എല്ലാം തീർന്നേ. ഇനി നാളെയാണ്. നാളെയും കാലത്ത് 7:00 എത്തണം. വയ്യാണ്ടായി, ബോഡിയൊക്കെ ആകെ പെയിനായിട്ട്. കാരണം നമ്മൾ കാലത്ത് 7 തൊട്ടിട്ട് 4 മണി വരെ ഓടിക്കല. ഇടയിൽ ഒരു 1 മണിക്കൂറിന് ബ്രേക്ക് വന്നു. അതല്ലാതെ ഫുള്ള് ഓടിക്കലായിരുന്നു. അപ്പോൾ കൈയൊക്കെ എന്ന് പറഞ്ഞാൽ നേരെ ആവണില്ല. ഫുള്ള് പുറമൊക്കെ നല്ല പെയിൻ. സമാധാനം. വീട്ടിൽ പോയിട്ട് നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കണം. ഞാൻ വീട്ടിലെത്തിയിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഞാൻ വീട്ടിലെത്തി ഭയങ്കര ടയർഡായിരുന്നു. വീട്ടിൽ എത്തി കഴിഞ്ഞിട്ട് എനിക്ക് എന്താ പറയുക, കുറേ ക്ലീനിങ്. ഇന്നിട്ട ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് അലക്കി ഡ്രയറിലിട്ട് ഉണക്കി. അപ്പോൾ എല്ലാം ഷൂ ഒക്കെ നനഞ്ഞിരിക്കുന്നു. എല്ലാം വാഷിംഗ് മെഷീനിലിട്ട് അലക്കി ഉണക്കി. ഹലോ, നമസ്കാരം. ഇതാണ് ലാസ്റ്റ് ദിവസം, 3ാമത്തെ ദിവസം. ഇന്ന് കാലത്ത് നേരത്തെ എനിക്ക് ഇതിപ്പോൾ ഇവിടെ എത്തി. 7 മണിക്ക് എത്തിയതാണ്. ഇതിപ്പോൾ അറൗണ്ട് 11 മണിയുടെ അടുത്തുണ്ട്. ഇത്ര നേരം ഓടിപ്പിക്കലായിരുന്നു. വേറൊരു സംഭവം നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ പ്രാക്ടീസ് അപ്പർ സൈഡിലാണെങ്കിലും ഫ്രണ്ടിൽ റേസ് ട്രാക്ക് ഉണ്ട്. അപ്പോൾ അവിടെ കാണിച്ചു തരാം.
ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈനപ്പ് കണ്ടോ. പഴയ വണ്ടികളാണ്, വലിയ സംഭവമായിട്ടുള്ള വണ്ടികളൊന്നും അല്ല. എന്നാലും അതിൻ്റെ അവസ്ഥ കണ്ടോ. ഇന്നലെ നനഞ്ഞ ലെതർ ഷൂ ആണ് ഇന്നിട്ട് ഇത് കണ്ടോ. ഷൂ ആകെ ഇന്നലെ മഴയത്ത് ഓടിച്ചിട്ട് നനഞ്ഞിട്ട് കാല് മൊത്തം നോക്കിയാ. അയ്യോ, അതാണ് നമ്മൾ ഓടിക്കുന്ന ബൈക്ക്. ഇതാണ് ഇവിടെ ഓടിക്കുന്ന കുടുസു ബൈക്ക് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല. ഇതാ ഞാൻ ഓടിക്കുന്ന ബൈക്ക്, ഹോണ്ടയുടെ റെബൽ 400. അത്യാവശ്യം ബുക്കുള്ള ബൈക്ക്. ഇത് ടെസ്റ്റ് കഴിഞ്ഞു. ഇതെവിടെ ഇപ്പോൾ എൻ്റെ ഒക്കെ കഴിഞ്ഞു, എൻ്റെ ഉള്ളിയും കഴിഞ്ഞു. ബാക്കിയുള്ളവരുടെയും കൂടി ഇനി 5 പേരുടെയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം പാസ്സായോ ഇല്ലയോ. എൻ്റെ കയ്യിൽ കുഴപ്പമൊന്നുമില്ല, കിട്ടുമെന്ന് വിചാരിക്കുന്നു. എനിക്കെന്താ തോന്നണേ? എന്തൊക്കെ ഞങ്ങൾ പാസ്സായി. എല്ലാരും അത്ഭുതപ്പെടുത്തി. അവളും പാസ്സായി. എല്ലാരും ഇവളോട് വന്ന് കൺഗ്രാറ്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം കൂട്ടത്തില് ഓടിക്കാൻ ഒട്ടും അറിയാത്ത, ഇതുവരെ സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാത്ത ആളാണ് ബൈക്ക് ലൈസൻസ്. ഇവിടെ ഈ 6 ടെസ്റ്റ് ചെയ്യിപ്പിച്ചവര്, അതിലും ഒരു തെറ്റ് പോലും ചെയ്യാണ്ടായിട്ട് അവള് പാസ്സായ. എന്റെ മുടിയൊക്കെ ഇരിക്കുന്ന ഹെൽമെറ്റ് വെച്ചിട്ടാ. ഒരു തെറ്റ് പോലും ഇതായില്ലേ. ഫുള്ള് 100% സ്കോർ കിട്ടിയ. ഓക്കെ, എനിക്ക് കിട്ടോ. വീഡിയോ എൻഡ് ചെയ്യാൻ വേണ്ടി കണ്ടന്റ് വേണമെന്ന് വിചാരിച്ച് ചിന്തിക്കുമ്പോഴാണ് ഇന്ന് കാനഡ ഡേ ആണ്. ഞാൻ ഇപ്പോൾ ജിമ്മ് കഴിഞ്ഞ് വന്നുള്ളൂ. ജിമ്മ് കഴിഞ്ഞ് ഞാൻ ടിമ്മി കയറി ഒരു കാപ്പി വാങ്ങിച്ചടിച്ചുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ കാനഡ ഡേ ആയിട്ട് ഇവിടെ വെടിക്കെട്ടുണ്ടെന്ന് കേട്ടു. അപ്പം ഞാൻ വെടിക്കെട്ടുള്ള സ്ഥലത്തേക്ക് പോവാണ്. ഒടുക്കത്തെ തിരക്കാട്ടോ. മറ്റേ നമ്മളന്ന് ഐസ്ക്രീം കഴിക്കാൻ പോയ സ്ഥലത്തും ഇവിടെയൊക്കെ ഉണ്ട ലൈനാണ്. ഐസ്ക്രീം പാർലറിന്റെ ഫ്രണ്ടിൽ നല്ല തിരക്കുണ്ട്. സിറ്റി ഹോളിന്റെ ഫ്രണ്ടിൽ ഇവിടെ DJ സംഭവം കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചോണേ. നോക്കിയേ ആൾക്കാർ തിരക്ക് നോക്കി. ദൈവമേ, DJ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൗണ്ട് കേൾക്കണ്ട അപ്പുറത്ത്. അത്യാവശ്യം നല്ല രീതിയിൽ DJ. ആരോ വന്നിട്ടുണ്ട്. സ്മോൾ ചേഞ്ച് ഓഫ് പ്ലാൻ. ഞാൻ അവിടെ വരെ തിരിച്ചു വന്നു. എന്താന്ന് പറഞ്ഞാൽ ചാക്കോച്ചന് വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി വീട്ടിലെത്തി. ഞാൻ ചെറുതായി ഡ്രസ്സ് മറിയാനും വിശർത്ത് കുളിച്ച് ജിമ്മിൽ പോയ ഡ്രസ്സിൽ പോകണ്ടല്ലോ, കുറേ തിരക്കുണ്ടല്ലോ. ഞാൻ കുഴപ്പമില്ല വേറെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പോകാൻ നിൽക്കുന്നു. ചാക്കോച്ചൻ കുളിക്കാൻ കയറി 5 മിനിറ്റിൽ വെടിക്കിട്ട് തുടങ്ങും. എത്തി തേങ്ങ കുറവ് ഓടി. അതെ, വെടിക്കെട്ട് കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ബാക്കിൽ ചാക്കോച്ചാൻ ഹായ് പറയും. മര്യാദയ്ക്ക് ഹായ് പറയും. അതെ, അപ്പോൾ നല്ല തിരക്കുണ്ട്. ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക. വീട്ടിലേക്കല്ല, വെറുതെ ഒന്ന് നടക്കാൻ പോയിക്കൊണ്ടിരിക്കുക. എൻജോയ് ചെയ്യാം. അതെ, ഈ ബോട്ടിൻ്റെ പേര് ക്വീൻ ഐലൻഡ് 3. ക്വീൻ ഐലൻഡ്. അതിൻ്റെ വില ഉണ്ടാവും ഒരു അഡൽട്ടിന് $94. ഞങ്ങളിപ്പോൾ ഇവിടെ കിങ്സ്റ്റണിലത്തെ ബ്രൂവറിയിൽ വന്ന് നോക്കാം. ഇവിടെ അടിപൊളി എന്താ പറയുക ഫ്രഷ്ലി ബ്രൂഡ് ബിയർ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള സ്ഥലമാണ്. ഇതാണ് ഞാൻ വാങ്ങിച്ചത്. ദീപം വാങ്ങിച്ചത് എന്തോ ഓറഞ്ച് ജ്യൂസ് പോലെ ഉണ്ടല്ലോ. ഇതെന്താ അതിന് പ്രത്യേകത? ഗോതമ്പ് ഊറ്റി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് എയിൽ എന്ന് പറയുന്നത്. ഗോതമ്പ് ജ്യൂസ്. ചുരുക്കത്തിൽ അവൻ കുടിക്കുന്ന വാറ്റ്, ഞാൻ കുടിക്കുന്ന ബിയറാണ്. ഞാൻ സാധാരണക്കാരനാണ്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി എടുക്കാൻ പോവാണ്. പിന്നെ ഈ ഡ്രൈവിംഗ് സ്കൂളിൽ നല്ല രീതിയിൽ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ ഓടിക്കുന്ന വീഡിയോ. പക്ഷേ അത് ക്യാമറ അലൗഡ് അല്ലായിരുന്നു. അവിടെ ഇൻസ്ട്രക്ടറിനോട് ചോദിച്ച് വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും ചോദിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അത് കാരണം അല്ലെങ്കിൽ ഇത്തിരി കൂടി നല്ലൊരു കണ്ടന്റ് ആയെന്ന് തോന്നുന്നു. പിന്നെ പ്രത്യേകിച്ച് വലിയ വീഡിയോ അല്ലാന്ന് തോന്നുന്നു. കൂടുതലൊന്നും നടന്നിട്ടൊന്നുമില്ല. ഇന്നെന്തോ ഭയത്തിന് വെടിക്കെട്ടും കൂടി കിട്ടി. ഞങ്ങൾ ബിയറൊക്കെ അടിച്ച് ഇവിടെ വീട്ടിൽ വന്നു. ചാക്കോച്ചൻ കിടന്നു. ഞാൻ ഇപ്പോൾ കിടക്കാൻ പോകുന്നു. ഇപ്പോൾ 1:30 ആയി. അപ്പോൾ ഈ വീഡിയോയിൽ അത്രേ ഉള്ളൂ. അടുത്ത ആഴ്ച അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ.